ഞാൻ ഈ ടെലിവിഷൻ ചർച്ചയിൽ വരാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായിട്ടേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ബിസിനസ് കോൺക്ലേവുകളിൽ ഏകദേശം ഒരു 10 വർഷക്കാലമായിട്ട് ഞാൻ പങ്കെടുക്കാറുണ്ട്. അവിടെ എൻ്റെ കൂടെ ഇരിക്കുന്ന രാജീവിനെ പോലെയുള്ള ഓൺട്രപ്രീനേഴ്സ് ബിസിനസ്സുകാർ പങ്കെടുക്കാറുണ്ട്. പക്ഷേ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ മുന്നേ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ വലിയ പ്രതീക്ഷകളോടെ വരികയും വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുകയും മൊത്തത്തിലുള്ളൊരു മൂഡ് എന്തായിരിക്കും വെച്ചാൽ ഇതൊക്കെ പറയുന്നു എന്നല്ലാതെ ഇതൊന്നും അങ്ങ് നടക്കില്ലപ്പാ, കേരളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു എന്നുള്ളൊരു മെസ്സേജാണ് ഓവറോൾ, ആ ഒരു മൂഡാണ് കിട്ടാറുള്ളത്. പക്ഷേ ഈ ഇവൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചുരുങ്ങിയതൊരു 6-7 മാസം മുമ്പെങ്കിലും പി രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള വളരെ എഫിഷ്യൻ്റായ ഒരു ടീം ഗ്ലോബലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സമ്മിറ്റ് മാത്രമല്ല, അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് അവിടെ നടക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളതിൻ്റെ ഇനീഷ്യൽ ഡിസ്കഷൻസ് ഒക്കെ ഇവരുടെ പ്രിപ്പറേറ്ററി കോൺക്ലേവ്സ് 45 എണ്ണമാണ് നേരത്തെ കഴിഞ്ഞു. എണ്ണം കറക്റ്റ് ആണെന്ന് എൻ്റെ ധാരണ. അതുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം വളരെ ക്ലിയർ ആയ പ്ലാനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫൈനലൈസേഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായ ഒരു ആംബിയൻസ് ആണ് അവിടെ. മുന്നേയും LDF ഗവൺമെൻറ് നടത്തിയതും UDF ഗവൺമെൻറ് കാലത്ത് നടത്തിയതും ടൈ നടത്തിയൊക്കെ കുറേ ഇവൻറ്റ്സിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വലിയ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം കാണുന്നുണ്ട്. പിന്നെ പഴയൊരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു LDFും UDFും മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ UDF ഒരു കാര്യം വന്നാൽ ശരിയല്ലെന്ന് LDF പറയുക, LDF ഒരു കാര്യം കൊണ്ടുവന്നാൽ ശരിയല്ലെന്ന് UDF പറയുക എന്നുള്ള സിനാരിയോ മാറിയിട്ട് ഇന്ന് അവിടുന്ന് ഏറ്റവും പ്രതീക്ഷയോടെ തന്നെ ഞാൻ അതിനെ കാണുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഗവൺമെൻറ് ചെയ്യുന്ന കേരളത്തിൻ്റെതാണ് വികസനം, കേരളത്തിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്, കേരളത്തിലാണ് തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നത്. ഓപ്പോസിഷൻ വളരെ ക്രിയേറ്റീവായിട്ട് തന്നെ പ്രൊഡക്റ്റീവായിട്ട് തന്നെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യും. ഒരു കണ്ടീഷനും കൂടെ VD സതീശൻ പറയുന്നു, ഇനി നാളെ ഇപ്പോഴത്തെ ഭരണകക്ഷി പ്രതിപക്ഷത്തായാൽ അപ്പോഴും ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നുള്ളത്. ലോകം മുഴുവൻ മാറുകയാണ്, ഇന്ത്യ മാറുകയാണ്, എന്താ പറയുക, ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും സ്മാർട്ട് ബിസിനസ്സും IR 4-5 എന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പല കാര്യങ്ങളിലും ലോകത്തിന് മാതൃകയാവുന്ന കേരളം, ഇന്ത്യക്കല്ല ലോകത്തിന് മാതൃകയാവുന്ന ഹെൽത്ത് സെഗ്മെന്റിലായിരുന്നാലും എഡ്യൂക്കേഷനിലായിരുന്നാലും ഓവറോൾ ഡെവലപ്മെന്റിലായിരുന്നൊക്കെ ലോകത്തിന് മാതൃകയാവുന്ന കേരളത്തിന് ഒരു കാരണവശാലും ഈ ചേഞ്ചിൽ നിന്ന് പിറകോട്ട് പോവാൻ പറ്റില്ല. ആ ഒരു എന്താ പറയുക, കോൾ ഓഫ് ദ ടൈം ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന വലിയൊരു ഇവൻ്റാണിത്. ഇത് വലിയ ഊർജം തന്നെ നൽകും. വളരെ കോൺക്രീറ്റ് ആയ പദ്ധതികൾ നാളെ വൈകുന്നേരം അനൗൺസ് ചെയ്യപ്പെടും. അതിൻ്റെ പണികളാണ്, അതിൻ്റെ ഹോംവർക്കാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലത്തെ ഇനോഗ്രൽ സെഷൻ കഴിഞ്ഞ് വൈകിട്ട് ഇപ്പോൾ 6 മണി വരെയും പി രാജീവും അദ്ദേഹത്തിൻ്റെ ടീമും ഓൺട്രപ്രീനേഴ്സുമായിട്ട് 1-to-1 ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലാതെ വലിയ പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തിയിട്ട് പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ജിമ്മ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രഖ്യാപനങ്ങൾ നടക്കുന്നു. നടക്കാൻ സാധ്യതയില്ലാത്ത, ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ലാത്ത വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ കുറേ ഇഷ്യൂസ് ഉണ്ടാവുന്നു, അത് മുടങ്ങിപ്പോകുന്നു. അതിൽ നിന്ന് മാറിയിട്ട് വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്രോച്ചും അതിൻ്റെ ഒരു അന്തരീക്ഷമാണ് കാണാനുള്ളത്. ഇത് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണെന്ന് തന്നെ ഞാൻ